ഇന്നൊരു പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പാസ്ത ഉണ്ടാക്കാനായിട്ട് കുക്കറിൽ കുറച്ച് പാസ്ത എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് ഊറ്റി വെക്കണം. ഒരുപാടങ്ങ് വെന്ത് പോകരുത് പാസ്ത ഉണ്ടാക്കുമ്പം. നമ്മൾ കടിച്ച്, അതായത് ചവച്ച് തിന്നത്തക്ക രീതിയിലുള്ളത്. ഇത് മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കുക. എനിക്ക് ഈ പാസ്ത ഇച്ചിരി അതായത് കുറച്ച് ജ്യൂസി ടൈപ്പിൽ കഴിക്കുന്നത്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് ജ്യൂസി ടൈപ്പ് മയോണൈസ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് കാണിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഞാൻ ഈ മയോണൈസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്യുന്നത് പോലെ എണ്ണ ഒഴിച്ച് ഒരല്ലി ഇട്ടാലും മതി. വെളുത്തുള്ളി ഇട്ട് അടച്ച് മിക്സിക്കകത്ത് കറക്റ്റ് ചെയ്ത്, അറിയാമല്ലോ എല്ലാവർക്കും, ബീറ്റ് ചെയ്ത് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇച്ചിരി ജ്യൂസി ആയിട്ട് ഉണ്ടാക്കിയാൽ ഇച്ചിരി കാണാനും ഭംഗിയായിരിക്കുക പാസ്ത. ഓക്കെ, കുറച്ച് വിനീഗർ ചേർക്കാൻ മറക്കണ്ട. അപ്പം അത് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഈ പാസ്തയ്ക്കകത്ത് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കേ ചെയ്യരുത്. അപ്പോൾ ഈ വേവുന്ന ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോഴാണ് അതൊരു കറക്റ്റ് ഉപ്പ് ആവുന്നത്. അല്ലാതെ ഇതിന് ശേഷം നമ്മളെല്ലാം യോജിപ്പിക്കുമ്പോൾ ഉപ്പ് ചേർത്താൽ ഏറ്റവും പുറത്ത് മാത്രം ഉപ്പ് നിൽക്കും. അത് കൂടുതലുമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. വേവിക്കുമ്പോൾ തന്നെ ഇതിന് ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് പരുവാകുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ട് സവാള, ഓക്കെ, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ മുട്ട കൊട്ടാളം ഉണ്ടാക്കത്തില്ലേ, ഇതെല്ലാം കൂടെ നടുക്ക് ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കോ എന്തോ ഞാൻ ചെയ്യുന്നത്. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് പൊട്ടറ്റോ ഇല്ലേ, ഉരുളക്കിഴങ്ങ് കൂടെ അതേ ഷേപ്പിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. കണ്ട, ഞാൻ അരിയുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അരിഞ്ഞ് വെച്ചതിന് ശേഷം ചെയ്യാതെ അടുപ്പിലോട്ട് പാൻ വെച്ചിട്ട് ഓരോന്നോരോന്ന് അരിഞ്ഞങ്ങിട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനും കൊണ്ടല്ല. ചിലപ്പോൾ ഓരോന്നിനും ഓരോ മൂഡുണ്ട് എനിക്ക്. പക്ഷേ നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റൂ. എങ്ങനെ ചെയ്താലും നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കൂടി ഇട്ട് അതൊന്ന് വാടുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അപ്പം അതിന് വേണ്ടുന്ന ഉപ്പുകളും കൂടെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിപ്പം വഴട്ടുന്ന സമയത്ത് ഇടാതെ ഏറ്റവും അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്തിട്ടാൽ ഇതിനകത്ത് പിടിക്കത്തില്ല. അതുപോലെ പാസ്തയും അതേപോലെ വേവിക്കുന്ന സമയത്ത് ഉപ്പിടുക. ഓക്കെ, ഈ ഉള്ളി വാടി വേവുന്നതിനും അതുപോലെ നമ്മുടെ പൊട്ടറ്റോ വാടി വേവുന്നതിനും അധികം സമയം എടുക്കത്തില്ല. ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളകാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പം ഈ പൊട്ടറ്റോയും ഉള്ളിയും വേകുന്നതിന് അധികം സമയം എടുക്കത്തില്ല. ചുമ്മാ ഇച്ചിരി വാട്ടുമ്പോൾ തന്നെ അതങ്ങ് വെന്തിരിക്കും. നല്ലപോലെ വേഗം. കാരണം ഞാൻ അതിൻ്റെ വലിപ്പം വളരെ ചെറുതാക്കിയാണ് പൊട്ടറ്റോ അരിഞ്ഞേക്കുന്നത്. ഇനി ഇതൊരുവിധം വാടലാവുമ്പോൾ നമ്മൾ 4 വശത്തോട്ട് ഇങ്ങനെ ഇതിനെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് 2 മുട്ടയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അധികം എണ്ണയൊന്നും ചേർക്കാതെ ഈ പാസ്ത ഉണ്ടാക്കുന്നത്. കാരണം മയോണൈസിനകത്ത് നമ്മൾ നല്ലപോലെ എണ്ണ ചേർത്താണ് ഉണ്ടാക്കുന്നത്. എല്ലാ എണ്ണയും കൂടെ ശരീരത്തോട്ട് പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിധം ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും അതേ കണക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 മുട്ട ഇട്ടിട്ടുള്ളൂ. പിന്നെ അതുപോലെ മയോണൈസിനകത്ത് മുട്ടയുണ്ട്. നമ്മൾ മാക്സിമം ഒരാഴ്ച 3 മുട്ട കഴിക്കുന്നതാണ് ഉത്തമം. പിന്നെ എല്ലാ ദിവസവും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ തോനെ മുട്ട കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ജിമ്മിലൊക്കെ പോകുന്നവർ 6-7 മുട്ട കഴിക്കുന്നില്ലേ, അത് വർക്കൗട്ട് ചെയ്യണം. അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ 1 മുട്ടയെ ചേർത്തുള്ളൂ. കാരണം ഇവിടെ വളരെ കുറച്ച് വെച്ച് കഴിക്കത്തുള്ളൂ. എനിക്കിഷ്ടമാണ് ഈ പാസ്തയായാലും. ഞാൻ തിരിഞ്ഞടിക്കാത്ത എന്തും കഴിക്കും. മീൻ ഐറ്റംസിൽ
സ്രാവ് ഒഴിച്ച് ബാക്കിയൊക്കെ ഒരുവിധപ്പെട്ട മീനെല്ലാം ഞാൻ കഴിക്കും. എനിക്ക് സ്രാവിൻ്റെ ആ സ്മെല്ല് എനിക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടെടുത്തങ്ങ് ആ പാസ്ത വേവിച്ച് വെച്ചേക്കുന്നിടത്ത് തട്ടി അതിനകത്ത് ഉപ്പെല്ലാം പിടിച്ച് നന്നായിട്ടിരിക്കുന്നതാണ്. കണ്ട അതിനകത്തങ്ങോട്ട് ഞാനെടുത്തങ്ങ് തട്ടി അതിനെ ഒന്ന് നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇത് വെന്തത് കേട്ടോ. ഈ ഷേപ്പിലുള്ളത് വേവിച്ചാൽ നല്ലതാണ്. ഞാൻ കൂടുതലും നീളത്തിലുള്ളത് അങ്ങനെ വേവിക്കാറില്ല. അതിനേക്കാൾ ഇതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉടച്ചിട്ട് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോസുകൾ 3 ടൊമാറ്റോ, സോയ, പിന്നെ ചില്ലി. ഈ 3 സോസ് ഒഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ജ്യൂസി മയോണൈസ് അടിപൊളിയായിരിക്കും. പിന്നെ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഞാൻ പല രീതിയിൽ പാസ്ത ഉണ്ടാക്കും. കൊഞ്ച് വെച്ച് പാസ്ത ഉണ്ടാക്കും. ചിക്കൻ ബ്രസ്റ്റ് ഇല്ലേ, ആ പീസ് നല്ലപോലെ വഴറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ പാസ്ത ഉണ്ടാക്കിയിട്ട് അതിനകത്തിടും. അപ്പം ദാണ്ടെ ഓരോ ഐറ്റംസും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ല ജ്യൂസി ടൈപ്പ് ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ്. പാസ്തയ്ക്കകത്ത് അതിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാ സോസുകളും ഒരു 1.5 സ്പൂൺ വെച്ച് 2 സ്പൂൺ വെച്ച് വേണമെങ്കിൽ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. സോയ മാത്രം ഇച്ചിരി കുറച്ച് ഒഴിച്ചാൽ മതി. സോയ ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കറുത്തിരിക്കും. ഇച്ചിരിയും കൂടെ ഡാർക്ക് കളർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ടൊമാറ്റോ ഒക്കെ ഒഴിച്ചാൽ നല്ലതാണ്. പക്ഷേ മയോണൈസിനകത്ത് ഞാൻ ഇച്ചിരി സ്വല്പം വിനീഗർ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് പുളി കൂടത്തൊന്നുമില്ല, എങ്കിലും അതനുസരിച്ച് ഇങ്ങനെ ചെയ്യുക. ചില്ലി സോസ് ഇല്ലേ, അത് ഇച്ചിരി കൂടുതൽ ഒഴിക്കുക. അപ്പോൾ ഇത് ആ എരിവും മയോണൈസും കൂടെ വരുമ്പോഴത്തേനും ആ എരിവ് കോമ്പൻസേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേ കണക്ക് ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ ഇതേ കണക്ക് ഉണ്ടാക്കും. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാസ്ത ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. മനസ്സിലാകുന്നു. നമുക്ക് വേണ്ടേ ജ്യൂസി മയോണൈസ് ഒഴിച്ച് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നിട്ട് ഇച്ചിരി കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കുക മയോണൈസ്. എന്തിനാണെന്നറിയാമോ? ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പൂൺ വെച്ച് അതിനകത്തുനിന്ന് ഇച്ചിരി ഇങ്ങോട്ടെടുത്ത് വായിലോട്ട് വെച്ചിട്ട് ഇതെടുത്ത് കഴിക്കും. മയോണൈസ് എൻ്റെ ഫേവററ്റ് സാധനമാണ്. അതൊക്കെ കഴിച്ചപ്പനെ ഈ കനമായത്. ഞാൻ മസ്കറ്റിലോട്ട് പോയി 1 വർഷം കൊണ്ട് 25 കിലോ എനിക്ക് അഡീഷണലായി. അപ്പോൾ എൻ്റെ കനം എത്രയുണ്ടായിരുന്നോളെന്ന് നിങ്ങൾ കാണുക. അവിടെ പോയി ചിക്കനാണ് എൻ്റെ ഫേവററ്റ് ഐറ്റം. പിന്നെ പറയണ്ട, ചിക്കൻ, മട്ടൻ, പ്രോൺസ് എല്ലാം കഴിക്കുമായിരുന്നു ഇഷ്ടം പോലെ. ചിക്കൻ എല്ലാ വെള്ളിയാഴ്ചകളിലും, വ്യാഴാഴ്ച നേരെ അങ്ങോട്ട് ഓഫീസിൽ നിന്ന് നേരെ ചേട്ടനും വരും. എന്നിട്ട് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ നേരെ പോകുന്നത് നമ്മുടെ KFCയിലോട്ടാണ്. അപ്പം അത് മേടിച്ച് നേരെ വീട്ടിൽ ചെന്ന് ഇവിടെ കിട്ടുന്ന കണക്കല്ല. നമ്മുടെ KFCയിൽ ഈ പെപ്സിയൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷെ അവിടെ ഭയങ്കര ലാഭമാണത്. അതൊക്കെ വെച്ച് നോക്കുകയാണ്. എൻ്റെ ചെടികൾ. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. ബൈ.